എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ജൂൺ 2-ാം തീയതി പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, അതായത് ഹയർ സെക്കൻഡറിയുടെ അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക, അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്താണ് ചെയ്യുക, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള വിവിധ വിവരങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ +1ൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ജൂൺ 2-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് കാൻഡിഡേറ്റ് ലോഗിൻ SWS, കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ MRS എന്ന് പറയുമ്പോൾ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കുള്ള ലോഗിനാണ്. അതുപോലെ തന്നെ SWS എന്ന് പറയുമ്പോൾ നിങ്ങൾ മെറിറ്റ് സീറ്റിലേക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ ആ ഒരു റിസൾട്ട് പരിശോധിക്കേണ്ട ലിങ്കാണ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ള ലിങ്ക്. അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആണെങ്കിൽ vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് വിദ്യാർത്ഥികൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കേണ്ടത്. അതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അതിൽ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അവിടെ ഒരു ക്യാപ്ച കൂടി കാണാം, അതുകൂടി കൊടുത്ത ശേഷമാണ് ലോഗിൻ ചെയ്യേണ്ടത്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നും ഏത് സ്കൂളിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്നും കാണാൻ പറ്റും. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് ഇൻ ദിസ് ടൈം എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഹയർ സെക്കൻഡറിയിൽ ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ അതിലേക്ക് അപേക്ഷിച്ചവരാണെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഇതുപോലെ കാൻഡിഡേറ്റ് ലോഗിൻ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു hscapലെ യൂസർ നെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറാണ്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, അതുപോലെ തന്നെ പാസ്വേഡ് കൊടുക്കുക, അതുപോലെ ജില്ല കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നും ഏത് സ്കൂളിൽ എത്രാമത്തെ കോഴ്സിലാണ് അതുപോലെ എത്രാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ള ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണാൻ പറ്റുക. അപ്പോൾ ഈ ഒരു കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ളത് പച്ച കളറിലാണ് കാണാൻ പറ്റുക. അതേസമയം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ചുവപ്പ് കളറിലാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. ഇനി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലിങ്ക് നിങ്ങൾക്ക് ആ ഒരു പേജിൽ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചതിൻ്റെ തെളിവാണ് അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അതായത് ഡൗൺലോഡ് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും പ്രിൻ്റ് എടുത്ത് ലഭിക്കുന്നതായിരിക്കും. അതായത് അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്, അലോട്ട്മെൻറ്റ് കിട്ടിയാൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 രീതിയിലാണ് അഡ്മിഷൻ നേടാൻ പറ്റുക. ഒന്നാമത്തേത് പെർമനൻറ്റ് അഡ്മിഷൻ എന്നുള്ളതും രണ്ടാമത്തേത് ടെമ്പററി അഡ്മിഷൻ എന്നുള്ളതും. അപ്പോൾ എന്താണ് ടെമ്പററി അഡ്മിഷൻ, അതുപോലെ എന്താണ് പെർമനൻറ്റ് അഡ്മിഷൻ എന്ന് പറയാം. പെർമനൻറ്റ് അഡ്മിഷൻ എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നിങ്ങളുടെ എല്ലാവിധ ഡോക്യുമെൻസും, അതായത് നിങ്ങൾ അപേക്ഷയിൽ എന്തൊക്കെ ഡോക്യുമെൻസിൻ്റെ ഡീറ്റെയിൽസ് ആണോ കൊടുത്തത് ആ ഒരു എല്ലാവിധ ഡോക്യുമെൻസും അതുപോലെ തന്നെ അപേക്ഷാ ഫീസും അടച്ചുകൊണ്ട് നേടുന്ന അഡ്മിഷനാണ് പെർമനൻറ്റ് അഡ്മിഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടെമ്പററി അഡ്മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് താൽക്കാലികമായിട്ട് നേടുന്ന അഡ്മിഷനാണ്. അതായത് അതിനായിട്ട് നിങ്ങളുടെ അപേക്ഷയിൽ കൊടുത്ത എല്ലാവിധ ഡോക്യുമെൻസും നിങ്ങൾ സ്കൂളിൽ അഡ്മിഷൻ സമയത്ത് നൽകേണ്ടതായിട്ടുണ്ട്. എന്നാൽ വിദ്യാർത്ഥികൾ ഒരു ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പെർമനൻറ്റ് അഡ്മിഷൻ അതുപോലെ എങ്ങനെയാണ് ടെമ്പററി അഡ്മിഷൻ നടക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ആരൊക്കെയാണ് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടി വരിക, ആരൊക്കെയാണ് ടെമ്പററി അഡ്മിഷൻ നേടേണ്ടി വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ, അതായത് ഒരു വിദ്യാർത്ഥി ഇപ്പോൾ 10 ഓപ്ഷൻസ് കൊടുത്തു എന്ന് വിചാരിക്കുക. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ഇങ്ങനെ 10 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ 10 ഓപ്ഷൻ കൊടുത്ത സമയത്ത് ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു വിദ്യാർത്ഥി കൊടുത്ത ഒന്നാമത്തെ ഓപ്ഷനിൽ തന്നെയാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്. അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനിലാണ് ഒരു വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ അതിന് മുകളിലായിട്ട് മറ്റു ഓപ്ഷനുകളൊന്നും അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കപ്പെടില്ല. ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനു താഴെയുള്ള എല്ലാവിധ ഓപ്ഷനും റിമൂവ് ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ഒന്നാമത്തെ ഓപ്ഷൻ്റെ മുകളിലായിട്ട് മറ്റു ഓപ്ഷനുകളൊന്നും ഇല്ലാത്തതിനാൽ തന്നെ വിദ്യാർത്ഥി പെർമനൻറ്റ് അഡ്മിഷനാണ് നേടേണ്ടി വരിക, അതായത് സ്ഥിര അഡ്മിഷനാണ് നേടേണ്ടി വരിക.
ഇനിയിപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനിലാണ് കിട്ടിയത്. ഇപ്പോൾ കിട്ടിയത് ഒരു ഏഴാമത്തെ ഓപ്ഷനാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഏഴാമത്തെ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സാണ് കിട്ടിയതെങ്കിൽ അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ നേടാം. അത് ഇഷ്ടമില്ലാത്ത കോഴ്സാണ് കിട്ടിയതെങ്കിൽ അവിടെ ടെമ്പററി അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ടെമ്പററി അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ ഫീസൊന്നും പ്രത്യേകിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. വിദ്യാർത്ഥികൾ അതായത് ടെമ്പററി അഡ്മിഷനായിട്ട് പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സൊക്കെ എടുത്തുകൊണ്ട് സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടുകയാണ് ചെയ്യേണ്ടത്. പിന്നീട് നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റുകളിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടുകയാണെങ്കിൽ, അതായത് ടെമ്പററി അഡ്മിഷൻ നേടിയ ശേഷം അല്ലെങ്കിൽ നിങ്ങളിവിടെ മറ്റൊരു ഓപ്ഷനിൽ പെർമനൻറ്റ് അഡ്മിഷൻ തന്നെയാണ് നേടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ പെർമനൻറ്റോ ടെമ്പററി അഡ്മിഷനോ ആണ് നിങ്ങൾ നേടിയത്. എന്നാൽ നിങ്ങൾക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ നേടിയാലും പെർമനൻറ്റ് അഡ്മിഷൻ നേടിയാലും നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ഉള്ളത് കാരണം നിങ്ങളെ അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുകയും മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇവിടെ അതായത് ടെമ്പററി അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളാണെങ്കിൽ അവിടെ നിന്ന് ഡോക്യുമെൻറ്റ്സ് ഒക്കെ വാങ്ങിക്കുക. അതേസമയം പെർമനൻറ്റ് അഡ്മിഷൻ നേടിയ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുക. എന്നാൽ അഡ്മിഷൻ ഫീസിനത്തിൽ അടച്ച പൈസ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടത്തില്ല. അതിനു പകരം നിങ്ങൾ അഡ്മിഷൻ ഫീസ് അടച്ച റെസീറ്റും എടുത്ത് പുതിയ സ്കൂളിൽ കൊടുത്താൽ മതിയാകും. അതുപോലെ തന്നെ അടുത്ത തേർഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഇവിടെ കിട്ടിയിട്ടുള്ള ആ ഒരു സീറ്റ് പോവുകയും അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള ആ ഒരു അഡ്മിഷൻ ഈ ഒരു അടുത്ത ഓപ്ഷനിലേക്ക് മാറുകയും ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് എവിടെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിലും വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ആ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള സ്കൂളിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ചില സമയത്ത് ചോദിക്കുന്ന ഒരു സംശയമാണ്, അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ 5ാമത്തെ ഓപ്ഷൻ കിട്ടി, എന്നാൽ അവിടെ ടെമ്പററി ആയിട്ട് തന്നെ ആണ് അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് 3ാമത്തെ ഓപ്ഷനിൽ കിട്ടി. എന്നാൽ എനിക്ക് 3ാമത്തെ ഓപ്ഷൻ വേണ്ട, എനിക്ക് 5ാമത്തെ ഓപ്ഷൻ തന്നെ മതിയെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പിന്നീട് 3ാമത്തെ ഓപ്ഷൻ കിട്ടിയുള്ള ആ ഒരു സ്കൂളിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നതായിരിക്കും. ഇനി ഈ ഒരു ടെമ്പററി അഡ്മിഷൻ എന്താണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ടെമ്പററി അഡ്മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾ അതായത് അഡ്മിഷൻ സമയത്ത് നിങ്ങൾ ഈ ഒരു SSLC സർട്ടിഫിക്കറ്റ് അതില്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട്, അതുപോലെ തന്നെ TC, അതുപോലെ ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു സമയത്ത് നൽകിയാൽ മതി. അതുപോലെ തന്നെ TC, അതുപോലെ തന്നെ കോഴ്സ് ആൻഡ് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ് അത് സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല ബോണസ് പോയിൻ്റ് ഉണ്ടെങ്കിൽ ബോണസ് പോയിൻ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ടൈ ബ്രേക്ക് അതായത് ക്ലബ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ക്ലബ് സർട്ടിഫിക്കറ്റ്സ് അതായത് ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ്സ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല റിസർവേഷൻസ് ഉണ്ടെങ്കിൽ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഫീസ് ആനുകൂല്യം അല്ലെങ്കിൽ സ്കോളർഷിപ്പ് ആവശ്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ EWS വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ SC/BC SC/ST വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ കയ്യിലുണ്ടോ അതും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതിൻ്റെ തെളിവായിട്ടുള്ള അലോട്ട്മെൻറ്റ് മെമ്മോയും വിദ്യാർത്ഥികൾ ഈ ഒരു അഡ്മിഷൻ സമയത്ത് നിങ്ങൾ സ്കൂളിൽ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നിങ്ങളുടെ 2 ഫോട്ടോ കൂടി നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നേടുന്ന അഡ്മിഷനാണ് ടെമ്പററി അഡ്മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം ഇതിനോടൊപ്പം എക്സ്ട്രാ ആയിട്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഇതിനോടൊപ്പം അഡ്മിഷൻ ഫീസ് അടച്ചിട്ട് നേടുന്ന അഡ്മിഷനാണ് പെർമനൻറ്റ് അഡ്മിഷൻ പറയുന്നത്. അതായത് നിങ്ങൾ ഈ ഒരു ടെമ്പററി അഡ്മിഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുത്ത് നിങ്ങൾ അവിടെ അഡ്മിഷൻ നേടുന്നു, എന്നാൽ ഫീസ് അടക്കുന്നില്ല. അതാണ് ടെമ്പററി അഡ്മിഷൻ. എന്നാൽ പെർമനൻറ്റ് അഡ്മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പറഞ്ഞ ഡോക്യുമെൻറ്റ്സിൻ്റെ കൂടെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ഫീസ് കൂടി അഡ്മിഷൻ ഫീസ് കൂടി അടക്കുന്നത് തന്നെയാണ് പെർമനൻറ്റ് അഡ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയൊക്കെയാണ് അഡ്മിഷൻ ഉള്ളത് എന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അഡ്മിഷൻ നേടേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും രണ്ടിലും അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ നേടാനായിട്ട് ഉദ്ദേശിക്കുന്നത് അവിടെ പോയിട്ട് അഡ്മിഷൻ നേടുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയും നിങ്ങൾ അഡ്മിഷൻ നേടാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുകയും പിന്നീട് ഈ വർഷത്തെ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ നൽകാൻ പുതുതായിട്ട് സാധിക്കാതെ വരികയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് എവിടെയാണോ കൂടുതൽ താല്പര്യമുള്ളത് അവിടെ നിങ്ങൾ അഡ്മിഷൻ നേടുക. അതിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് HSCയിൽ അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ നിങ്ങളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കും എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ
എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളുകളിൽ ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.